ചാനൽ ട്രിനിറ്റി വോയിസ്. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിന മകനെ മരിപ്പതിന മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞോ. നമുക്കിനി ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 13. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 13-ാമത് വാക്യം. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക. And he said unto Abram, know of a surety that the seed shall be a stranger in a land that is not theirs, and shall serve them, and they shall afflict them 400 years. സെക്കൻഡ് സെഷൻ ദ റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ടെൽ ഗോഡ് എക്സാക്ട്ലി now you feel, pour out your heart to God, unload every emotion that you have feeling. Job did this when he said, I can't be quiet, I am angry and bitter, I have to speak. He cried out when God seemed distant. Oh, for the days when I was my prime, when God's intimate friendship blessed my house. God can handle your doubt, anger, feelings, fear, grief, confusion and questions. Did you know that admitting your hopelessness to God can be a statement of faith? Trusting God but feeling despair at the same time. David wrote, I believed, so I said, I am completely ruined. This sounds like a contradiction. I trust God but I am wiped out. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 9. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യം. ഭോഷന്മാരെ ആർത്തിയാകം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതി ഉണ്ട്. Fools make a mock at sin, but among the righteous there is favor. ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ചാപ്റ്റർ 6 മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 19. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ലേ നോട്ട് അപ്പ് ഫോർ യുവർസെൽവ്സ് ട്രഷേഴ്സ് അപ്പോൺ എർത്ത്, വേർ moths and rust doth corrupt, and where thieves break through and steal.
നമുക്ക് വായനാ ഭാഗം നോക്കാം. അവൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 14:32 മുതൽ 42 വരെ. ദ ബുക്ക് ഓഫ് മാർക്ക് 14 വേഴ്സ് 32 to 42. ഗത്സമന എന്നു പേരുള്ള ഒരു സ്ഥലത്തേക്ക് അവർ വന്നു. യേശു ശിഷ്യന്മാരോട്, ഇവിടെ ഇരിക്കാൻ ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി. വളരെ വിവശതയോടെ അവൻ പറഞ്ഞു, മരണവേദന പോലുള്ള ദുഃഖം എനിക്കുണ്ട്, ഇവിടെ ഉണർന്നിരിക്കുക. അല്ലെങ്കിൽ ഇത് 2 വേർഷനില്ല, ഇത് 2 വേർഷനാണ്. ഈ വായന ഭാഗമുള്ളത് ഒരു വേർഷനും മറ്റൊരു വേർഷനും കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കുക. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. അത് NIV വേർഷനാണ്. പക്ഷേ നമ്മുടെ വേർഷൻ എന്ന് പറയുമ്പോൾ വേറൊരു വേർഷനാണ്. അതുകൊണ്ടാണ് മരണവേദന പോലുള്ള ദുഃഖം എനിക്കുണ്ട്, ഇവിടെ ഉണർന്നിരിക്കുക എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവർ അല്പം മുമ്പോട്ട് പോയി നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. പിതാവേ, എൻ്റെ പിതാവേ, എന്തും ചെയ്യാൻ അങ്ങ് പ്രാപ്തനാണല്ലോ. ഈ യാതനയുടെ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അവൻ തിരികെ വന്നപ്പോൾ 3 ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് സാധിക്കയില്ലേ? അവൻ അവരോട്, ഉണർന്നിരിക്കുക, പിശാച് നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. നന്മ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായിരിക്കാം, പക്ഷെ നിങ്ങൾ വളരെ ക്ഷീണിതരാണ് എന്ന് പറഞ്ഞു. അവൻ വീണ്ടും പോയി അതേ വാക്കുകൾ പ്രാർത്ഥിച്ചു. തിരികെ വന്നപ്പോൾ അപ്പോഴും ശിഷ്യന്മാർ ഉറക്കമായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിദ്രാഭാരം തിങ്ങി നിന്നിരുന്നു. അവനോട് എന്തുത്തരം പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. 3-മതും അവൻ തിരികെ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? മതി, സമയമായി. മനുഷ്യനായി തീർന്നവൻ ഇതാ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. എഴുന്നേൽക്കുക, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റുകൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. ഒന്നാമത് ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തി ഓർ ജനസിസ്. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവിടെ 400 സംവത്സരം ഇവരുടെ ആ അടിമത്വ വേല ചെയ്ത ആ ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഹി സെഡ് അൻടു അബ്രാം, നോ ഓഫ് എ surety that thy seed shall be a stranger in a land that is not theirs, and shall serve them, and they shall afflict them 400 years. ഇനി നമുക്ക് റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് നോക്കാം. അതിൻ്റെ ഉള്ളടക്കം നോക്കാം. ടെൽ ഗോഡ് എക്സാക്ട്ലി how you feel, pour out your heart to God, unload every emotion that you are feeling. Job did this when he said, I can't be quiet, I am angry and bitter. നമുക്ക് 3rd സെഷനിലെ ഉള്ളടക്കം നോക്കാം. പ്രൊവർബ് ഓർ സദൃശവാക്യങ്ങൾ. ഭോഷന്മാരെ അകൃത്യാഗം പരിഹസിക്കുന്നു, നേരെയുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഫൂൾസ് മേക്ക് എ മോക്ക് അറ്റ് സിൻ, ബട്ട് അമംഗ് ദ റൈച്ചസ് ദർ ഈസ് ഫേവർ. മാത്യു ഓർ മത്തായി 4th സെഷൻ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പോൾ പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നതും കള്ളന്മാരൊക്കെ തുരന്ന് മോഷ്ടിക്കുന്നതുമായിട്ടുള്ള ഭൂമിയാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയിൽ നിങ്ങൾ ഒരിക്കലും നിക്ഷേപം സ്വരൂപിക്കരുത് എന്നാണ് ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലേ നോട്ട് അപ്പ് ഫോർ യുവർ സെൽഫ് ട്രഷേഴ്സ് അപ്പോൺ എയർ, വെയർ മൗത്ത് ആൻഡ് റസ്റ്റ് ഡോത്ത് കറപ്റ്റ് ആൻഡ് വെയർ തീവ്സ് ബ്രേക്ക് ത്രൂ ആൻഡ് സ്റ്റീൽ. അപ്പം എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
God bless you abundantly.